പ്രിയമുള്ള കുട്ടികളെ, കഴിഞ്ഞ ക്ലാസ്സിൽ ഗൈനീഷ്യത്തെക്കുറിച്ചായിരുന്നു നമ്മൾ പ്രധാനമായും പറഞ്ഞത്. ഗൈനീഷ്യത്തിൻ്റെ ഓരോ യൂണിറ്റുകൾക്കും പറയുന്ന പേരാണ് കാർപ്പൽസ് അല്ലെങ്കിൽ പിസ്റ്റിൽസ്. ഓരോ കാർപ്പലിന് അല്ലെങ്കിൽ പിസ്റ്റിലിന് ബേസിലായിട്ടുള്ള സൊള്ളനായിട്ടുള്ള ഒരു ഓവറി ഉണ്ട്. ഓവറിക്കുള്ളിൽ ഒവ്യൂൾസ് കാണാം. ഈ ഒവ്യൂൾസ് ഓവറിക്കുള്ളിലെ പ്ലാസൻ്റയുമായി അറ്റാച്ച് ചെയ്തിരിക്കുന്ന ക്രമീകരണ രീതിക്ക് പറയുന്ന പേരാണ് പ്ലാസൻറ്റേഷൻ. 5 തരത്തിലുള്ള പ്ലാസൻറ്റേഷൻ നമുക്ക് പഠിക്കാനുണ്ട്. മാർജിനൽ പ്ലാസൻറ്റേഷൻ, ആക്ഷ്യൽ പ്ലാസൻറ്റേഷൻ, പറൈറ്റൽ പ്ലാസൻറ്റേഷൻ, ഫ്രീ സെൻട്രൽ പ്ലാസൻറ്റേഷൻ, ബേസൽ പ്ലാസൻറ്റേഷൻ. അപ്പോൾ ഇവയുടെ ചിത്രം തന്നിട്ട് ഏത് ടൈപ്പ് പ്ലാസൻറ്റേഷൻ ആണെന്നും അതിൻ്റെ എക്സ്പ്ലനേഷനും ചിലപ്പോൾ ചോദിക്കാം. അപ്പോൾ മാർജിനൽ പ്ലാസൻറ്റേഷൻ ആണെങ്കിൽ ഇവിടെ പ്ലാസൻ്റ് അവയുടെ വെൻട്രൽ സ്യൂച്ചറിലൂടെ ഒരു റിഡ്ജ് പോലെ കാണാം. ഒവ്യൂൾസ് അതുമായിട്ട് അറ്റാച്ച് ചെയ്ത് കാണാം. ആക്സിയൽ പ്ലാസൻറ്റേഷൻ ആണെങ്കിൽ പ്ലാസൻ്റ് ആക്ഷ്യലാണ്, ഒവ്യൂൾസ് അതുമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കാം. ഓവറി മൾട്ടിലോക്കുലാർ ആണ്, ഒന്നിലധികം അറകളുണ്ട്. പറൈറ്റൽ പ്ലാസൻറ്റേഷൻ ആണെങ്കിൽ ഓവറിയുടെ ഇന്നർ വാളുമായിട്ടാണ് ഒവ്യൂൾസ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. ഇനി ഫ്രീ സെൻട്രൽ പ്ലാസൻറ്റേഷൻ ആണെങ്കിലോ ഇവിടെ പ്ലാസൻ്റ സെൻട്രലായിട്ട് കാണാം. ഓവറി വൺ ചേമ്പേർഡ് ആണ്, സെപ്റ്റകളില്ല. ബേസൽ പ്ലാസൻറ്റേഷൻ ആണെങ്കിൽ പ്ലാസൻ്റ ബേസലായിട്ട് കാണാം, ഒരു ഒവ്യൂൾ മാത്രമായിട്ട് കാണാം അതുമായിട്ട് അറ്റാച്ച് ചെയ്തുകൊണ്ട്. അപ്പോൾ ഇത്രയുമാണ് ഗൈനീഷ്യത്തെക്കുറിച്ച് പഠിച്ച്. പിന്നീട് നമ്മൾ ഫ്രൂട്ടിനെ കുറിച്ച് പഠിച്ചു. ഓവറിയാണ് ഫ്രൂട്ടായിട്ട് മാറുന്നത്. ഒരു ഫ്രൂട്ടിന് ഫ്രൂട്ട് വാളും അതിനുള്ളിൽ വിത്തും ഉണ്ടായിരിക്കും. ഫ്രൂട്ട് വാളിന് പറയുന്ന പേരാണ് പെരികാർപ്പ്. വിത്ത് അഥവാ സീഡിൻ്റെ സ്ട്രക്ചർ മോണോക്കോട്ടിലും ഡൈക്കോട്ടിലും വ്യത്യസ്തമാണ്. മോണോക്കോട്ട് സീഡിൻ്റെ സ്ട്രക്ചർ പലപ്പോഴും എക്സാമിന് ചോദിക്കാറുണ്ട്. ഈ ഡയഗ്രാം തന്നത് ലാബൽ ചെയ്യാൻ വേണ്ടി ചോദിക്കാറുണ്ട്. ഇപ്പോൾ മോണോക്കോട്ട് സീഡിൻ്റെ സീഡ് കോട്ട് വളരെ തിന്നാണ്, മെംബ്രേനിയസ് ആണ്. മോണോക്കോട്ട് സീഡിൽ കാര്യമായിട്ടുള്ളത് എൻഡോസ്പേം ആണ്. എൻഡോസ്പേം എന്ന് പറയുന്ന ന്യൂട്രിറ്റീവ് ടിഷ്യൂ. എൻഡോസ്പേമിനെ കവർ ചെയ്തുകൊണ്ട് ഒരു പ്രോട്ടീൻ റിച്ച് ലെയർ കാണാം, അതിന് അല്യൂറോൺ ലെയർ എന്ന് പറയും. എംബ്രിയോ വൺ സൈഡഡ് ആണ്. എംബ്രിയോമായിട്ട് അറ്റാച്ച് ഒരു സിംഗിൾ കോട്ടിലഡൻ കാണാം. ആ കോട്ടിലഡന് പറയുന്ന പേരാണ് സ്ക്യൂട്ടല്ലം. എംബ്രിയോണൽ ആക്സിസിൻ്റെ അപ്പർ എൻഡിനെ പ്ലിമ്യൂൾ എന്നും ലോവർ എൻഡിനെ റാഡിക്കൽ എന്നും പറയും. പ്ലിമ്യൂളിനെ കവർ ചെയ്തുകൊണ്ട് കോളിയോപ്റ്റൈൽ എന്ന് പറയുന്ന ഷീത്ത് കാണാം. റാഡിക്കലിനെ കവർ ചെയ്തുകൊണ്ട് കോളിയോറൈസ എന്ന് പറയുന്ന ഷീത്ത് കാണാം. അപ്പോൾ ഇത്രയുമാണ് നമ്മൾ പഠിച്ചത്. അപ്പോൾ മോർഫോളജിയിൽ നമ്മൾ പ്ലാന്റിൻ്റെ വിവിധ ഭാഗങ്ങളെക്കുറിച്ചാണ് പഠിച്ചു തുടങ്ങിയത്. അപ്പോൾ അതിൽ മിക്കവാറും എല്ലാ ഭാഗങ്ങളെക്കുറിച്ച് പഠിച്ചു കഴിഞ്ഞു. റൂട്ട്, സ്റ്റെമ്മ്, ലീഫ്, ഫ്ലവേഴ്സിൻ്റെ ഓരോ ഭാഗങ്ങളിലേക്കും പോയി. കാലിക്സ്, കൊറോള, ആൻഡ്രീഷ്യം, ഗൈനീഷ്യം, ഇത്രയും നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അപ്പോൾ മോർഫോളജി കഴിഞ്ഞു. ഇനി മോർഫോളജി നമ്മൾ പഠിച്ചത് യഥാർത്ഥത്തിൽ ടാക്സോണമിക്ക് വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ ക്ലാസിഫിക്കേഷന് വേണ്ടിയിട്ടാണ്, പ്ലാന്റ്സിനെ വർഗീകരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ പ്ലാന്റിൻ്റെ ക്ലാസിഫിക്കേഷനിലേക്കാണ് ഇനി പോകുന്നത്. ആൻജിയോസ്പേംസിൻ്റെ 3 കുടുംബങ്ങളെക്കുറിച്ച്, 3 ഫാമിലികളെക്കുറിച്ചാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഫസ്റ്റ് വൺ ഫാബേസിയെ, പയർ കുടുംബം, പി ഫാമിലി എന്നാണ് ഇത് അറിയപ്പെടുന്നത്. ഇനി നമുക്ക് 3 ഫാമിലികളാണ് പഠിക്കാനുള്ളത്. ഫാബേസിയെ, സൊളാനേസിയെ, ലിലിയേസി എന്ന് പറയുന്നത്. അതിൽ ആദ്യത്തെ 2 ഡൈക്കോട്ട് ഫാമിലീസാണ്. ലാസ്റ്റ് വൺ മോണോക്കോട്ട് ഫാമിലിയാണ്. പലപ്പോഴും കുട്ടികൾ ഇത് വളരെയധികം പഠിക്കാൻ ബുദ്ധിമുട്ടാണ് എക്സാമിന് എന്ന് പറയാറുണ്ട്. പക്ഷെ അത്രമാത്രം ബുദ്ധിമുട്ടിക്കുന്ന ചോദ്യങ്ങളൊന്നും എക്സാമിന് ഉണ്ടാവാറില്ല. എക്സാമിന് പലപ്പോഴും ഇവയുടെ ഫ്ലോറൽ ഫോമുലയോ ഫ്ലോറൽ ഡയഗ്രാമോ തന്നിട്ട് ഫാമിലിയുടെ ഫീച്ചേഴ്സ് എക്സ്പ്ലെയിൻ ചെയ്യാനാണ് ചോദിക്കുക. അല്ലെങ്കിൽ അവയുടെ എക്കണോമിക് ഇമ്പോർട്ടൻസ്, ഇതൊക്കെയാണ് പ്രധാനമായിട്ടും നമ്മൾ പഠിക്കേണ്ടത്. അപ്പോൾ ഞാൻ അതിലേക്ക് തന്നെയാണ് പോകുന്നത്. നമുക്ക് പ്രധാനമായിട്ടും ഇവയുടെ ഫ്ലോറൽ ക്യാരക്ടേഴ്സ് പഠിക്കാം. ഫ്ലവർ ബൈസെക്ഷലാണ്. നമുക്ക് പഠിക്കാനുള്ള 3 ഫാമിലികളിലും ഫ്ലവേഴ്സ് ബൈസെക്ഷൽ തന്നെയാണ്. അപ്പോൾ അതെല്ലാത്തിനും എഴുതാവുന്നൊരു ഫീച്ചറാണ്. ദെൻ സൈഗോമോർഫിക് ആണ് എന്ന് പറഞ്ഞാൽ ഒരൊറ്റ വെർട്ടിക്കൽ പ്ലെയിനിലൂടെ കട്ട് ചെയ്താൽ മാത്രമേ നമുക്ക് 2 ഈക്വൽ ഹൗസായിട്ട് ഡിവൈഡ് ചെയ്യാൻ കഴിയുള്ളൂ. അപ്പോൾ അത് ഫാബേസിയയ്ക്ക് മാത്രമുള്ള ഒരു ഫീച്ചറാണ് നമുക്ക് പഠിക്കാനുള്ള ഈ 3 ഫാമിലികളിൽ. അതേസമയം മറ്റ് 2 ഫാമിലികളും ആക്റ്റിനോമോർഫിക് ആണ്. കാലിക്സിന് സെപ്പൽസ് 5 സെപ്പൽസ് ആണുള്ളത്. നെക്സ്റ്റ് ഫാമിലി സൊളാനേസി, അതിനും 5 സെപ്പൽസ് തന്നെയാണുള്ളത്. ഗ്യാമോസെപ്പാലസ് ആണ്, സെപ്പൽസ് യുണൈറ്റഡ് ആണ്. ഇംബ്രിക്കേറ്റ് ഈസ്റ്റിവേഷൻ ഇവിടെ ഇംബ്രിക്കേറ്റ് ആണ്. കൊറോളയിലേക്ക് വരുന്ന സമയത്ത് പെറ്റൽസ് 5, പെറ്റൽസ് ഇവിടെ 5 എണ്ണമാണുള്ളത്. പോളി പെറ്റാലസ് ആണ്, പെറ്റൽസ് ഫ്രീ ആണ്, യുണൈറ്റഡ് അല്ല. പാപ്പിലോണേഷ്യസ് ആണ്, ബട്ടർഫ്ലൈ ലേക്കാണ്. വെക്സിലറി ഈസ്റ്റിവേഷൻ ഇവിടെ വെക്സിലറി ആണ്. ദെൻ ആൻഡ്രീഷ്യത്തിൽ 10 സ്റ്റേമെൻസ് ആണുള്ളത്, 10 സ്റ്റേമെൻസ്. ഡയാഡെൽഫസ് എന്ന് പറഞ്ഞ 2 ഗ്രൂപ്പുകളായിട്ടാണ്, 2 ബഞ്ചുകളായിട്ടാണ് കാണുന്നത്. ഈ 10 എണ്ണത്തിൽ 9 എണ്ണം ഒരു ഗ്രൂപ്പും 1 എണ്ണം ഒറ്റക്കായിട്ടാണ് നിൽക്കുക. അപ്പോൾ ഇങ്ങനെ ഡയാഡെൽഫസ് കണ്ടീഷനാണ് ആൻഡ്രീഷ്യം. ദെൻ ഗൈനീഷ്യം
ഓവറി സുപ്പീരിയർ, അതും ശ്രദ്ധിക്കുക. നമുക്ക് പഠിക്കാനുള്ള 3 ഫാമിലികളിലും ഓവറി സുപ്പീരിയർ ആണ്. മോണോകാർപ്പല്ലറി, ഒരൊറ്റ കാർപ്പൽ മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് പഠിക്കാനുള്ള 1ാമത്തെ ഫാമിലി ഫാബേസിയാണ്, അതിൽ ഒരു കാർപ്പൽ മാത്രമേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ നമുക്കെന്ത് പറയാം? മോണോകാർപ്പല്ലറി എന്ന് പറയാം. അതേസമയം നമുക്ക് പഠിക്കാനുള്ള 2ാമത്തെ ഫാമിലി സൊളാനേസിയാണ്, അതിൽ 2 കാർപ്പൽസ് ആണുള്ളത്, ബൈകാർപ്പല്ലറിയാണ്. 3ാമത് പഠിക്കാനുള്ള ഫാമിലി ലിലിയേസിയാണ്, അതിൽ 3 കാർപ്പൽസ് ആണുള്ളത്, അപ്പോൾ ട്രൈ കാർപ്പല്ലറിയാണ്. അങ്ങനെ ഓർത്ത് വെച്ചിരിക്കാം. യൂണിലോക്കുലാർ വിത്ത് മെനി ഒവ്യൂൾസ്, ഒരൊറ്റ ലൊക്യൂളേ ഉള്ളൂ, ഓവറിക്ക് ഒരൊറ്റ അറയേ ഉള്ളൂ, ധാരാളം ഒവ്യൂൾസ് കാണാം. പയറിലൊക്കെ ധാരാളം വിത്തുകളുണ്ടായിരിക്കും, ഒവ്യൂളാണ് വിത്തായിട്ട് മാറുന്നത്. ഇനി വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഫ്ലോറൽ ഫോമുലയാണ്. ഈ ഫ്ലോറൽ ഫോമുല കണ്ടാൽ പ്ലാന്റിൻ്റെ ഫീച്ചേഴ്സ് എക്സ്പ്ലെയിൻ ചെയ്യാൻ കഴിയണം. ഈ സിമ്പൽ എന്തിനാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്? സൈഗോമോർഫിക് ആണ്. ഇത് ബൈസെക്ഷൽ, 3 ഫ്ലോറൽ ഫോമുലയിലും എഴുതാവുന്ന ഒരു കാര്യമാണിത്. ഫ്ലവർ ബൈസെക്ഷലാണ്. കെ എന്ന് പറഞ്ഞാൽ കാലിക്സ്, 5 എന്ന് പറഞ്ഞാൽ സെപ്പൽസ്, 5 ആണ്. ബ്രാക്കറ്റ് ഇട്ടിരിക്കുന്നു, ബ്രാക്കറ്റ് ഇട്ടാൽ യുണൈറ്റഡ് ആണ്. ദെൻ സി എന്ന് പറഞ്ഞാൽ കൊറോള, കൊറോളയിൽ 5 പെറ്റൽസ് ആണുള്ളത്, 5 ഇതളുകളാണുള്ളത്. പക്ഷേ അത് 1+2+2 എന്ന രീതിയിലാണ് അറേഞ്ച് ചെയ്തത്. പോളിപെറ്റാലസ് ആണ്, പക്ഷേ ഏറ്റവും ഉള്ളിലെ 2 യുണൈറ്റഡ് ആണ്, ഗ്യാമോ പെറ്റാലസ് ആണ്. എ എന്ന് പറഞ്ഞാൽ ആൻഡ്രീഷ്യം, 10 സ്റ്റേമെൻസ് ആണുള്ളത്, അത് 9+1 കണ്ടീഷനിലാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. 9 യുണൈറ്റഡ് ആണ്, 1 ഒറ്റയ്ക്ക് നിൽക്കും. ജി ഗൈനീഷ്യം, ഗൈനീഷ്യത്തിൻ്റെ അടിയിലൊരു വരയിട്ടിരിക്കുന്നു, അടിയിൽ വരട്ട സുപ്പീരിയർ ആണ് ഓവറി. അത് നമുക്ക് 3 ഫ്ലോറൽ ഫോമുലയിലും എഴുതാവുന്ന ഒരു കാര്യമാണ്. 3ൻ്റെയും അടിയിൽ വരയിടാം, സുപ്പീരിയർ ഓവറിയാണ്. 1 ആണ്, കാർപ്പൽസ് 1 ആണ്. ഫാമിലിക്ക് ടിപ്പിക്കൽ എക്സാമ്പിളാണ് പൈസം സറ്റൈവം, പീ പ്ലാന്റ്, തോട്ടപ്പയർ എന്ന് പറയും, നമ്മൾ പട്ടാണി കടല എന്നൊക്കെ പറയുന്ന ഗ്രീൻ പീസ്. ഇനി ഇവയുടെ ഫ്ലവർ ശ്രദ്ധിക്കുക. ഫ്ലവറിൽ 5 പെറ്റൽസ് ആണുള്ളത്. ഏറ്റവും വലിയ പെറ്റലിന് പറയുന്ന പേരാണ് സ്റ്റാൻഡേർഡ് പെറ്റൽ. ദെൻ 2 ലാറ്ററൽ പെറ്റൽസ് കാണാം, ഇതിനെ വിങ് പെറ്റൽസ് എന്ന് പറയും. ഏറ്റവും ഉള്ളിലായിട്ട് 2 പെറ്റൽസ് കാണാം, അതിനെ കീൽ പെറ്റൽസ് എന്ന് പറയും. അവ ഒട്ടിച്ചേർന്നിട്ടാണ് കാണാം. ദെൻ മറ്റൊന്ന് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇവയുടെ ഫ്ലോറൽ ഡയഗ്രമാണ്. ഫ്ലോറൽ ഡയഗ്രത്തിൽ ഏറ്റവും പുറമേ കാണുന്നത് കാലിക്സ് ആണ്. കാലിക്സിന് സെപ്പൽസ് 5 ആണ്, ഗ്യാമോസെപ്പാലസ് ആണ്, സെപ്പൽസ് യുണൈറ്റഡ് ആണ്. അതിനുള്ളിൽ കൊറോള കാണാം, കൊറോളയ്ക്ക് 5 പെറ്റൽസ് ആണുള്ളത്. പോളിപെറ്റാലസ് ആണ്, പെറ്റൽസ് ഫ്രീ ആണ്. വെക്സിലറി ഈസ്റ്റിവേഷൻ ആണ്. ഏറ്റവും മുകളിലായിട്ട് ഒരു സ്റ്റാൻഡേർഡ് പെറ്റൽ, അതിനുള്ളിലായിട്ട് 2 ലാറ്ററൽ പെറ്റൽസ് ആയിട്ടുള്ള വിങ് പെറ്റൽസ്, അതിനുള്ളിലായി കൊണ്ട് 2 കീൽ പെറ്റൽസ്, അവ യുണൈറ്റഡ് ആണ്. ദെൻ അതിനുള്ളിൽ സ്റ്റേമെൻസ് കാണാം, 10 കാണാം. ഈ 9 യുണൈറ്റഡ് ആണ്, 1 ഒറ്റക്ക് നിൽക്കും. അപ്പോൾ 9+1 കണ്ടീഷനാണ്, ഡയാഡൽഫസ് ആണ്. ദെൻ അതിനുള്ളിൽ ഗൈനീഷ്യം കാണാം, ഗൈനീഷ്യം മോണോകാർപ്പല്ലറി ആണ്, മാർജിനൽ പ്ലാസൻറ്റേഷൻ ആണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഫ്ലോറൽ ഡയഗ്രം തന്നു കഴിഞ്ഞാൽ ഫ്ലവറിൻ്റെ ഫീച്ചേഴ്സ് എഴുതാൻ കഴിയണം. ബൈസെക്ഷലാണ് ഫ്ലവർ, കാരണം ഇവിടെ ആൻഡ്രീഷ്യവും ഗൈനീഷ്യവും ഉണ്ട്, അതുകൊണ്ട് ബൈസെക്ഷലാണ്. മറ്റൊന്ന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഇവയുടെ എക്കണോമിക് ഇമ്പോർട്ടൻസ്. ഈ ഫാമിലിയിലെ ധാരാളം പ്ലാന്റ്സ് എക്കണോമിക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്ലാന്റ്സ് ഉണ്ട്. മെനി പ്ലാന്റ്സ് ബിലോങ്ങിങ് ടു ദ ഫാമിലി ആർ സോഴ്സസ് ഓഫ് പൾസസ്, എഡിബിൾ ഓയിൽ, ഡൈ, ഫൈബേഴ്സ്, ഫോഡർ, ഓർണമെൻ്റൽസ്, മെഡിസിൻ. മരുന്നുകൾ, അലങ്കാര സസ്യങ്ങൾ, അതുപോലെ തന്നെ കന്നുകാലികൾക്കുള്ള ഭക്ഷണം, നാരുകൾ ലഭ്യമാണ്, ഡൈസ്, ചായങ്ങൾ, ഭക്ഷ്യയോഗ്യമായിട്ടുള്ള എണ്ണകൾ, പൾസസ്, ഇവയുടെയൊക്കെ ഉറവിടങ്ങളാണ്, സോഴ്സുകളാണ് ഈ ഫാമിലിയിൽപ്പെട്ട ധാരാളം സസ്യങ്ങൾ. പൾസസിന് എക്സാമ്പിളാണ് ഗ്രാം, കടല, അറാർ, സം, മൂങ്, സോയാബീൻ. എഡിബിൾ ഓയിലിന് എക്സാമ്പിളാണ് സോയാബീൻ, സോയാബീൻ എണ്ണ, ഗ്രൗണ്ട് നട്ട്, നിലക്കടലെണ്ണ അല്ലെങ്കിൽ കടലെണ്ണ എന്ന് പറയും. ഡൈ, ചായങ്ങൾ തരുന്ന പ്ലാന്റാണ് ഇൻഡിഗോഫെറ, കളറിങ് സബ്സ്റ്റൻസുകൾ നൽകും ഇൻഡിഗോഫെറയിൽ നിന്നും. ഫൈബേഴ്സ്, നാരുകൾ, സൺ ഹെമ്പ് എന്ന് പറയുന്ന പ്ലാന്റിൻ്റെ നാരുകൾ ഉപയോഗിക്കും. ഫോഡർ, കന്നുകാലികൾക്കുള്ള ഭക്ഷണം, സെസ്ബാനിയ, ട്രൈഫോളിയം. ഓർണമെൻ്റൽസ്, അലങ്കാര സസ്യങ്ങൾ, ഭംഗിക്ക് വേണ്ടി വളർത്തുന്ന ചെടികളാണ് ലൂപ്പിൻ, സ്വീറ്റ് പീ. ലൂപ്പിൻ്റെ ഒരു ഫോട്ടോഗ്രാഫാണ്, നല്ല ഭംഗിയുള്ള പൂക്കളാണ്. സ്വീറ്റ് പീ, നല്ല ഭംഗിയുള്ള പൂക്കളാണ്, മധുരപ്പയർ. മെഡിസിൻ, ഔഷധ ഗുണങ്ങളുള്ള ധാരാളം സസ്യങ്ങളുണ്ട്. എക്സാമ്പിളാണ് മുലിയാത്തി, ഇതിൻ്റെ ഒരു ഫോട്ടോഗ്രാഫാണ്. വിവിധ തരത്തിലുള്ള ഗ്രാമുകൾ കാണാം. ബംഗാൾ ഗ്രാം, നമ്മൾ കടല, സോയാബീൻ, ഗ്രൗണ്ട് നട്ട്, ഗ്രൗണ്ട് നട്ടും സോയാബീൻ എന്നൊക്കെ എഡിബിൾ ഓയിൽ നമുക്ക് കിട്ടും. ഇൻഡിഗോഫെറ, ഡൈസ് ലഭിക്കും, കളറിങ് സബ്സ്റ്റൻസുകൾ, ചായം ലഭിക്കും.
സൺ ഹെമ്പ് എന്ന് പറയുന്ന പ്ലാന്റ് ആണ്. ഇതിൻ്റെ ഫൈബേഴ്സ് ഉപയോഗിക്കും, നാരുകൾ ഉപയോഗിക്കും. സെസ്ബാനിയ ഈ പ്ലാന്റ് ഫോഡറായിട്ട് ഉപയോഗിക്കുന്നു. ലൂപ്പിനും സ്വീറ്റ് പീ നേരത്തെ കണ്ട ഫോട്ടോഗ്രാഫ് തന്നെയാണ്. ഓർണമെൻ്റൽ പ്ലാന്റ്സിന് എക്സാമ്പിൾസ് ആണ്. മുലിയാത്തി മെഡിസിനിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്ലാന്റ് ആണ്. ഗ്രാം, ഹറാർ നമ്മളെ ദാൽ എന്ന് പറയുന്ന പരിപ്പാണ്. മൂങ്ങ് അല്ലെങ്കിൽ മങ് ബീൻ എന്ന് പറയും, ചെറുപയർ, ഗ്രീൻ ഗ്രാം. സോയാബീൻ, അതിൻ്റെ വിത്തുകൾ കാണാം. അത് പ്രോസസ്സ് ചെയ്തതിന് ശേഷമാണ് നമുക്ക് കിട്ടുന്ന സോയാബീൻ എന്ന് പറഞ്ഞാൽ അതിനെ എണ്ണ എടുത്തതിന് ശേഷമുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന സോയാബീൻ എന്ന് പറയുന്നത്. ഗ്രൗണ്ട് നട്ട് നിലക്കടല, ഇൻഡിഗോഫറ, ലാത്തിറസ് ഒഡോറാറ്റസ് എന്ന് പറയുന്ന പ്ലാന്റ്. ലാത്തിറസ് ഒഡോറാറ്റസിൻ്റെ മറ്റൊരു ഫോട്ടോഗ്രാഫാണ്. ലൂപ്പിൻ അല്ലെങ്കിൽ ലൂപ്പിനസ്, പൈസം സറ്റൈവം, ഗ്രീൻ പീസ്, പൈസം സറ്റൈവിൻ്റെ മറ്റൊരു ഫോട്ടോഗ്രാഫാണ്. ട്രൈഫോളിയം ഫോഡറായിട്ട് ഉപയോഗിക്കുന്നു. ട്രൈഫോളിയം, സൺ ഹെമ്പ് ഫൈബേഴ്സ് ലഭിക്കുന്നു ഇതിൽ നിന്ന്. സെസ്ബാനിയ ഇതും ഫോഡറായിട്ട് ഉപയോഗിക്കുന്നു. ഓക്കെ, ഇത്രയുമാണ് ഫാബേസിയെക്കുറിച്ച്. ദ നെക്സ്റ്റ് ഫാമിലിയിലേക്ക് പോവുകയാണ്. ദാറ്റ് ഈസ് സൊളാനേസിയ. സൊളാനേസിയ അല്ലെങ്കിൽ പൊട്ടറ്റോ ഫാമിലി, ഉരുളക്കിഴങ്ങിൻ്റെ കുടുംബം എന്നൊക്കെയാണ് അറിയപ്പെടുന്നത്. ഈ ഫാമിലിയിൽ നമുക്ക് പരിചയമുള്ള മെമ്പേഴ്സാണ്. ഒന്ന് ചില്ലി, മുളക് അപ്പോൾ ഈ കുടുംബത്തിലാണ് പെടുന്നത്. ടൊമാറ്റോ, തക്കാളി ഈ കുടുംബത്തിലാണ് പെടുന്നത്. ബ്രിഞ്ചോൾ, വഴുതനങ്ങ ഈ ഫാമിലിയിലാണ് വരുന്നത്. പൊട്ടറ്റോ, ഉരുളക്കിഴങ്ങ് ഈ ഫാമിലിയാണ് വരുന്നത്. അതുപോലെ മറ്റൊന്ന് ശ്രദ്ധിക്കേണ്ട ഒരു പ്ലാന്റാണ് ഡെറ്റ്യൂറ, ഉമ്മത്ത് എന്ന് പറയും. ഈ പ്ലാന്റും ഈ ഫാമിലിയിൽ ഉൾപ്പെടുന്നു. ടിപ്പിക്കൽ എക്സാമ്പിളാണ് സൊളാനം ട്യൂബറോസം അഥവാ പൊട്ടറ്റോ, ഉരുളക്കിഴങ്ങ്. ഇതിൻ്റെ ഒരു പ്ലാന്റിൻ്റെ ഫോട്ടോഗ്രാഫാണ്. അപ്പോൾ ഈ ഫാമിലിയുടെയും ഫ്ലോറൽ ക്യാരക്ടേഴ്സ് ശ്രദ്ധിക്കുക. ഫസ്റ്റ് വൺ ഫ്ലവർ ഇവിടെയും ബൈസെക്ഷൽ തന്നെയാണ്. അത് നമ്മുടെ 3 ഫാമിലിയിലും ബൈസെക്ഷലാണ്. അതേസമയം ആക്റ്റിനോമോർഫിക് ആണ് ഇവിടെ എന്ന് പറഞ്ഞാൽ സെൻറ്ററിലൂടെ പാസ് ചെയ്യുന്ന ഏത് റേഡിയൽ പ്ലെയിനിലൂടെ കട്ട് ചെയ്ത് കഴിഞ്ഞാലും 2 ഈക്വൽ ഹാഫ്സ് നമുക്ക് കിട്ടും. അതേസമയം ഫാബേസിയെ സൈഗോമോർഫിക് ആയിരുന്നു, സൊളാനേസിയെ ആക്റ്റിനോമോർഫിക് ആണ്. കാലിക്സ്, സെപ്പൽസ് ഇവിടെയും 5 തന്നെയാണ്. സെപ്പൽസ് 5 യുണൈറ്റഡ് ആണ്, ഗാമോസെപ്പാലസ് ആണ്. വാൾവേറ്റ് ഈസ്റ്റുവേഷൻ ആണ്. ദെൻ കൊറോള, പെറ്റൽസ് 5 ഇവിടെയും 5 പെറ്റൽസ് ആണുള്ളത്, യുണൈറ്റഡ് ആണ്, ഗ്യാമോ പെറ്റാലസ് ആണ്. അപ്പം അത് നേരത്തേതിൽ നിന്ന് വ്യത്യാസമാണ്. ഫാബേസിയിലാണെങ്കിൽ ഫ്രീ ആയിരുന്നു. ദെൻ വാൾവേറ്റ് ഈസ്റ്റുവേഷൻ വാൾവേറ്റ് ആണ്. ദെൻ ആൻഡ്രീഷ്യം, സ്റ്റേമെൻസ് 5 സ്റ്റേമെൻസ് ആണ് ഇവിടെയുള്ളത്. അതേസമയം ഫാബേസിയിൽ 10 സ്റ്റേമെൻസ് ആയിരുന്നു. മറ്റു പ്രത്യേകത ഇവിടെ ശ്രദ്ധിക്കുക, എപ്പി പെറ്റാലസ് ആണ്. സ്റ്റേമെൻസ് ആർ അറ്റാച്ച്ഡ് ടു പെറ്റൽസ്. സ്റ്റേമെൻസ് പെറ്റൽസുമായിട്ട് ഒട്ടിച്ചേർന്നാണ് കാണുന്നത്. അത് നേരത്തെ ഫാബേസിക്ക് ഇല്ലാത്തൊരു ഫീച്ചറാണ് ഇവിടെ. എപ്പി പെറ്റാലസ് ആണ്. ദെൻ ഗൈനീഷ്യം, ബൈകാർപ്പലറി ആണ് ഗൈനീഷ്യം എന്ന് പറഞ്ഞ 2 കാർപ്പൽസ് ആണുള്ളത്. നേരത്തെ മോണോകാർപ്പലറി ആയിരുന്നു. സിൻകാർപ്പസ്, ഈ 2 കാർപ്പൽസും യുണൈറ്റഡ് ആണ്. ഓവറി സുപ്പീരിയർ ആണ്, അതെല്ലാ ഫാമിലിക്കും ബാധകമാണ്. ബൈലോക്കുലാർ, 2 അറകളാണുള്ളത്, 2 ലൊക്യൂൾസ് ആണ് ഓവറിക്കുള്ളത്. പ്ലാസൻ്റ സൊള്ളൻ വിത്ത് മെനി ഒവ്യൂൾസ്. പ്ലാസൻ്റ സൊള്ളനാണ്, വീർത്തതാണ്, തടിച്ചതാണ്, അതിൽ ധാരാളം ഒവ്യൂൾസ് കാണാം. ദെൻ ഫ്ലോറൽ ഫോമുല. ഈ ഫ്ലോറൽ ഫോമുല നോക്കിയിട്ട് ഫാമിലിയുടെ ഫീച്ചേഴ്സ് എഴുതാൻ അറിയണം. ഈ സിമ്പിൾ ആക്റ്റിനോമോർഫിക് എന്നുള്ളതിനെയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. ദെൻ ബൈസെക്ഷൽ, കാലിക്സ് 5 സെപ്പൽസ് ആണുള്ളത്, 5 സെപ്പൽസ് ബ്രാക്കറ്റ് ഇട്ടിരിക്കുന്നു, അപ്പോൾ യുണൈറ്റഡ് ആണ്, ഗ്യാമോസെപ്പാലസ് ആണ്. ദെൻ സി കൊറോള, 5 പെറ്റൽസ് ആണുള്ളത്, ബ്രാക്കറ്റ് ഇട്ടിരിക്കുന്നു, ഗ്യാമോ പെറ്റാലസ് ആണ്. എ എന്ന് പറഞ്ഞാൽ ആൻഡ്രീഷ്യം, 5 എന്നിട്ടിരിക്കുന്നത് സ്റ്റെയ്മെൻസ് ആണ്, ബ്രാക്കറ്റ് ഇല്ല, അതുകൊണ്ട് യുണൈറ്റഡ് അല്ല, പോളിയാൻഡ്രസ് ആണ്. ദെൻ സിയുടെ മുകളിൽ നിന്നും എയിലേക്കൊരു വരച്ചിരിക്കുന്നു, ആർച്ച് വരച്ചിരിക്കുന്നു. ഇതിൻ്റെ അർത്ഥം എപ്പി പെറ്റാലസ് ആണെന്നാണ്. എന്ന് പറഞ്ഞാൽ സ്റ്റെയ്മെൻസ് സിയുമായിട്ട് കൊറോളയുമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നു. ദെൻ ജി ഗൈനീഷ്യം, അടിയിൽ വരയുണ്ട്, അതിൻ്റെ അർത്ഥം സുപ്പീരിയർ ആണ്, ഓവറി. 2 എന്ന് പറഞ്ഞാൽ ബൈകാർപ്പലറി ആണ്, 2 കാർപ്പൽസ് ഉണ്ട്, ബ്രാക്കറ്റ് ഇട്ടിരിക്കുന്നു, സിൻകാർപ്പസ്, കാർപ്പൽസ് യുണൈറ്റഡ് ആണ്. ദെൻ ഈ ഫാമിലിയിലെ ഒരു ടിപ്പിക്കൽ എക്സാമ്പിളാണ് സൊളാനം നൈഗ്രം, മഖോയ് പ്ലാന്റ് എന്ന് പറയും. നമ്മളിവിടെ കോമൺ ആയിട്ട് പുത്തിരിച്ചുണ്ട എന്നൊക്കെ പറയാറുണ്ട്. ഇതിലെ ഫ്ലോറൽ ഡയഗ്രാം ഏറ്റവും പുറമേയിട്ട് കാലിക്സ് കാണാം. കാലിക്സിന് 5 സെപ്പൽസ് ആണുള്ളത്, യുണൈറ്റഡ് ആണ്, ഗ്യാമോസെപ്പാലസ് ആണ്.
വാൾവേറ്റ് ഈസ്റ്റുവേഷനാണ്. അതിനുള്ളിലായിട്ട് കൊറോള കാണാം. കൊറോളയ്ക്കും 5 പെറ്റൽസ് ആണുള്ളത്. യുണൈറ്റഡ് ആണ്. വാൾവേറ്റ് ഈസ്റ്റുവേഷനാണ്. ദെൻ അതിനുള്ളിൽ സ്റ്റേമൻസ് കാണാം. ഈ സ്റ്റേമൻസ് കൊറോളയുമായിട്ട് അറ്റാച്ച് ചെയ്തുകൊണ്ടാണ് കാണുന്നത്, പെറ്റൽസുമായിട്ട് അറ്റാച്ച് ചെയ്താണ് കാണുന്നത്. ഇപ്പോൾ എപ്പി പെറ്റാലസ് ആണ്. 5 സ്റ്റേമൻസ് ആണുള്ളത്, 5 സ്റ്റേമൻസ് ആണുള്ളത്. ദെൻ അതിനുള്ളിൽ ഗൈനീഷ്യം കാണാം. ഗൈനീഷ്യത്തിൽ 2 കാർപ്പൽസ് ആണുള്ളത്. ബൈകാർപ്പലറി ആണ്, സിങ്കാർപ്പസ് ആണ്. 2 അറകളുണ്ട്. ബൈലോക്കുലാർ ആണ്. ആക്സൈൽ പ്ലാസൻറ്റേഷൻ ആണ്. സൊള്ളനായിട്ടുള്ള പ്ലാസൻ്റെയാണ്. ധാരാളം ഒവ്യൂൾസ് ഉണ്ട്. ഇത്രയും ഫീച്ചേഴ്സ് എഴുതാവുന്നതാണ് നമുക്ക്. ഫ്ലവറിനെ കുറിച്ച് ബൈസെക്ഷൽ ആണ്, ആക്ടിനോമോർഫിക് ആണ്. ദെൻ നമുക്ക് എക്കണോമിക് ഇമ്പോർട്ടൻസിലേക്ക് പോവാം. ഈ ഫാമിലിയിലെ ധാരാളം പ്ലാന്റ്സ് ഫുഡായിട്ട്, സ്പൈസ് ആയും കൊണ്ട്, മെഡിസിനായിട്ട്, ഫ്യൂമിഗേറ്ററി ആയിട്ട്, ഓർണമെൻ്റൽസ് ഒക്കെ ആയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ഫുഡായിട്ട് ഉപയോഗിക്കുന്ന പ്ലാന്റ്സിന് എക്സാമ്പിൾസ് ആണ് ടൊമാറ്റോ, തക്കാളി, ബ്രിഞ്ചോൾ, വഴുതനങ്ങ, പൊട്ടറ്റോ, ഉരുളക്കിഴങ്ങ്. സ്പൈസ് എന്ന് പറഞ്ഞാൽ സ്പൈസസ് ആൻഡ് കോണ്ടിമെൻറ്റ്സ് എന്ന് പറയുന്നത് ഭക്ഷണത്തിന് ടേസ്റ്റ് ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന സബ്സ്റ്റൻസുകളെയാണ്. അപ്പോൾ സ്പൈസിന് ഈ ഫാമിലിയിലെ എക്സാമ്പിളാണ് ചില്ലി, മുളക്. ദെൻ മെഡിസിൻ, മരുന്നുകൾ, ഔഷധങ്ങൾ ഈ ഫാമിലിയിൽ നിന്ന് ലഭ്യമാണ്. ബെല്ലഡോണ എന്ന് പറയുന്ന പ്ലാന്റ്, അതുപോലെ അശ്വഗന്ധ. ദെൻ ഫ്യൂമിഗേറ്ററി, പുകയ്ക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നുണ്ട്. എക്സാമ്പിൾ ടൊബാക്കോ, പുകയില. ഇപ്പോൾ ടൊബാക്കോ പ്ലാന്റും ഈ ഫാമിലിയിലാണ് വരുന്നത്. ഓർണമെൻ്റൽസ്, അലങ്കാര സസ്യങ്ങൾ. എക്സാമ്പിൾ പെറ്റ്യൂണിയ, ബ്രിഞ്ചോളിൻ്റെ ഒരു ഫോട്ടോഗ്രാഫാണ്. ചില്ലി, മുളക്. ബെല്ലഡോണ എന്ന് പറയുന്ന പ്ലാന്റ് ആണ്, മെഡിസിനിൽ ഇമ്പോർട്ടൻ്റ് ആണ്. അട്രോപ്പ ബെല്ലഡോണ. അശ്വഗന്ധ എന്ന് പറയുന്ന പ്ലാന്റ് ആണ്, സയൻറ്റിഫിക് നെയിം വിദാനിയ. ടൊബാക്കോ പ്ലാന്റിൻ്റെ ഫോട്ടോഗ്രാഫാണ്. അതോടെ തന്നെ സ്മോക്കിംഗ് നല്ലതല്ല, ആരോഗ്യത്തിന് ഹാനികരമാണ്, കാര്യം ശ്രദ്ധിക്കുക. പൊട്ടറ്റോ, ബ്രിഞ്ചോള്, ടൊമാറ്റോ, ഡറ്റ്യൂറ. അപ്പോൾ ഇത്രയുമാണ് ഈ ഫാമിലിയെക്കുറിച്ച്. ദ നെക്സ്റ്റ് ഫാമിലി ലില്ലിയേസി. ലില്ലി ഫാമിലി അല്ലെങ്കിൽ ലില്ലി പൂക്കളുടെ കുടുംബം എന്നറിയപ്പെടുന്നു. കോമൺ ആയിട്ടുള്ള ചില പ്ലാന്റ്സ് ആണ്. ഒന്ന് ഒനിയൻ അല്ലെങ്കിൽ സവാള, വലിയ ഉള്ളി. അലിയം സീപ്പ എന്നാണ് സയൻറ്റിഫിക് നെയിം. മറ്റൊന്നാണ് ഗാർലിക്, വെള്ളുള്ളി, വെളുത്തുള്ളി. ഗ്ലാഡിയോളസ് ഒരു ഓർണമെൻ്റൽ പ്ലാന്റ് ആണ്. ഇവയുടെ ഫ്ലോറൽ ക്യാരക്ടേഴ്സിലേക്ക് പോവാം. ഫ്ലവർ ഇവിടെയും ബൈസെക്ഷലാണ്, ആക്ടിനോമോർഫിക് ആണ്. എല്ലാ ഫാമിലിയിലും ഫ്ലവർ ബൈസെക്ഷലാണ്. ലിലിയേസിയയിലും സൊളാനേസിയയിലും ഫ്ലവർ ആക്ടിനോമോർഫിക് ആണ്, അതേസമയം ഫാബിയസിയിൽ സൈഗോമോർഫിക് ആണ്. ദെൻ പെരിയാന്ത്. ഇവിടെ ശ്രദ്ധിക്കുക, ഇവിടെ കാലിക്സും കൊറോളയും വേറെ വേറെ ഇല്ല. ഇപ്പോൾ കാലിക്സും കൊറോളയും വേറെ ആയിട്ട് ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ അത്തരത്തിലുള്ള സ്ട്രക്ചറിനെ കാലിക്സ് എന്നും പറയാൻ പറ്റില്ല, കൊറോള എന്നും പറയാൻ പറ്റില്ല. എന്താണ് പറയാം? പെരിയാന്ത് എന്നാണ് പറയാം. പെരിയാന്തിൻ്റെ യൂണിറ്റുകൾക്ക് ടെപ്പൽസ് എന്നാണ് പറയുക. ഇവിടെ 6 ടെപ്പൽസ് ആണുള്ളത്. ടെപ്പൽ 6, 3+3. 3 ഔട്ടർ ലെയറിലും അതിനുള്ളിലും 3 ആയിട്ടാണ് കാണാം. ഓഫൺ യുണൈറ്റഡ് ഇൻ ടു എ ട്യൂബ്. പലപ്പോഴും യുണൈറ്റ് ചെയ്തുകൊണ്ട് ഒരു ട്യൂബായിട്ട് കാണാം. വാൾവേറ്റ് ഈസ്റ്റുവേഷനാണ്. ദെൻ ആൻഡ്രീഷ്യം. സ്റ്റേമൻ 6, 6 സ്റ്റേമൻസ് ആണുള്ളത്. അത് 3+3 ആയിട്ടാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ദെൻ ഗൈനീഷ്യം, ട്രൈകാർപ്പലറി, 3 കാർപ്പൽസ് ആണുള്ളത്. സിങ്കാർപ്പസ്, കാർപ്പൽസ് 3 യുണൈറ്റഡ് ആണ്. ഓവറി സുപ്പീരിയർ ആണ്, അത് 3 ഫാമിലിയിലും ഓവറി സുപ്പീരിയർ ആണ്. ട്രൈലോക്കുലാർ, ഓവറിക്ക് ഇവിടെ 3 ചേംബർ ആണുള്ളത്, 3 അറകളാണ്. വിത്ത് മെനി ഒവ്യൂൾസ്, ധാരാളം ഒവ്യൂൾസ് ആണുള്ളത്. ആക്സൈൽ പ്ലാസൻറ്റേഷൻ ആണ്. സൊളാനേസിയയിലും ആക്സൈൽ പ്ലാസൻറ്റേഷൻ ആയിരുന്നു, അതേസമയം ഫാബിയസിയിലും മാർജിനൽ പ്ലാസൻറ്റേഷൻ ആയിരുന്നു. ദെൻ ഫ്ലോറൽ ഫോമുല. ഇവിടെ BR എന്ന് കാണാം. BR എന്നിട്ടാൽ ബ്രാക്റ്റിയേറ്റ് എന്നാണ് അർത്ഥം. ബ്രാക്റ്റുകളുണ്ട്. ബ്രാക്റ്റ് എന്ന് പറഞ്ഞാൽ ഫ്ലവറിൻ്റെ ബേസിലായി കൊണ്ട് കാണുന്ന ലീഫ് ലൈക്ക് സ്ട്രക്ചേഴ്സിനെയാണ് ബ്രാക്റ്റുകൾ എന്ന് പറയുന്നത്. ദെൻ പ്ലസ് എന്നുള്ള സിമ്പിൾ ഇട്ടിരിക്കുന്നു. ആക്ടിനോമോർഫിക് ആണ്, ബൈസെക്ഷൽ ആണ്. പെരിയാന്ത് 3+3 അറേഞ്ച്മെൻ്റ് ആണ്. ആൻഡ്രീഷ്യം 3+3 അറേഞ്ച്മെൻറ്റ് തന്നെയാണ്. അവിടെ 6 സ്റ്റേമൻസ് ആണുള്ളത്. പെരിയാന്തിന് 6 ടെപ്പൽസ് ആണുള്ളത്. ദെൻ എന്ന് എയിലേക്കൊരു ആർച്ച് വരച്ചിരിക്കുന്നു. ഇതിൻ്റെ അർത്ഥം സ്റ്റേമൻസ് ടെപ്പൽസുമായിട്ട് അറ്റാച്ച് ചെയ്തുകൊണ്ടാണ്, പെരിയാന്തുമായിട്ട് അറ്റാച്ച് ചെയ്താണ് കാണുന്നത്, അല്ലെങ്കിൽ എപ്പിഫില്ലസ് ആണ്. ഗൈനീഷ്യം ലഡിയിൽ വരയ്ക്കണം, അതിൽ വരച്ചിട്ടില്ല. സുപ്പീരിയർ ഓവറി ആണ്. 3 എന്നിട്ടിരിക്കുന്നു. 3 എന്നുള്ളത് ഇവിടെ ട്രൈകാർപ്പലറി ആണ്, 3 കാർപ്പൽസ് ആണുള്ളത്. ബ്രാക്കറ്റ് ഇട്ടിരിക്കുന്നു. സിങ്കാർപ്പസ് ആണ്.
ഇത്രയും കാര്യങ്ങൾ നമുക്ക് ഫ്ലോറൽ ഫോമുലയിൽ നിന്ന് കിട്ടും. ഇനി ഫ്ലോറൽ ഡയഗ്രാം. ഏറ്റവും പുറമായിട്ട് നമുക്ക് പെരിയാന്ത് കാണാം. പെരിയാന്തിന് 6 ടപ്പൽസ് ആണുള്ളത്, 6 ടപ്പൽസ് ആണുള്ളത്. 3 പുറമെയായിട്ടും 3 ഉള്ളിലായിട്ടും കാണാം. ദെൻ ആൻഡ്രീഷ്യത്തിന് 6 സ്റ്റേമെൻസ് ആണുള്ളത്, 6 സ്റ്റേമെൻസ് ആണുള്ളത്. ബട്ട് അറേഞ്ച്ഡ് ഇൻ 3+3 കണ്ടീഷൻ. 3 പുറത്തുള്ള ടപ്പൽസുമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നു, 3 ഉള്ളിലുള്ള ടപ്പൽസുമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നു. ദെൻ അതിനുള്ളിൽ ഗൈനീഷ്യം കാണാം. ഗൈനീഷ്യത്തിൻ്റെ യൂണിറ്റുകൾക്ക് കാർപ്പൽസ് എന്ന് പറയാം. 3 കാർപ്പൽസ് ആണുള്ളത്. സിങ്ക് കാർപ്പസ് ആണ്, കാർപ്പൽസ് യുണൈറ്റഡ് ആണ്. ട്രൈലോക്കുലാർ ആണ്, 3 അറകളാണ് ഓവറിക്കുള്ളത്. ആക്സൈൽ പ്ലാസൻറ്റേഷൻ ആണുള്ളത്. ധാരാളം ഒവ്യൂൾസ് കാണാം. എക്കണോമിക് ഇമ്പോർട്ടൻസ്. ഈ ഫാമിലിയിലെ പല പ്ലാന്റ്സ് ഓർണമെൻറ്റൽസ് ആയിട്ട് ഉപയോഗിക്കുന്നു, അലങ്കാര സസ്യങ്ങളായിട്ട്, അതുപോലെ മെഡിസിൻസ് ആയിട്ട് ഉപയോഗിക്കുന്നു, വെജിറ്റബിൾസ്, അതുപോലെ കോൾച്ചിസിൻ എന്ന് പറയുന്ന കെമിക്കൽ അതിൽ നിന്ന് കിട്ടുന്നു. ഓർണമെൻ്റൽ പ്ലാന്റ്സിന് എക്സാമ്പിളാണ് ട്യൂലിപ്പ്, ഗ്ലോറിയോസ. മെഡിസിനൽ പ്ലാന്റ്സിന് എക്സാമ്പിളാണ് അലോ, കറ്റാർവാഴ എന്ന് പറയുന്നത്. വെജിറ്റബിൾസ് പച്ചക്കറിയായിട്ട് ഉപയോഗിക്കുന്ന ആസ്പെരാഗസ്, ശതാവരി, അതുപോലെ ഒനിയനൊക്കെ ഉപയോഗിക്കുന്നു. കോൾച്ചിസിൻ, കോൾച്ചിക്കം ഓട്ടംനൈൽ എന്ന് പറയുന്ന പ്ലാന്റിൽ നിന്നും അതിൻ്റെ കിഴങ്ങിൽ നിന്നും കോൾച്ചിസിൻ എന്ന് പറയുന്ന കെമിക്കൽ കിട്ടും. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇറ്റ് ഇൻഡ്യൂസ് പോളിപ്ലോയിഡി, അത് പോളിപ്ലോയിഡ് ഇൻഡ്യൂസ് ചെയ്യും. കഴിഞ്ഞ വർഷം നമ്മൾ സെൽ ഡിവിഷൻ പഠിച്ചിട്ടുണ്ട്. സെൽ ഡിവിഷൻ്റെ സമയത്ത് മെറ്റാഫേസിൽ സ്പിൻഡിൽ ഫൈബേഴ്സ് ഫോം ചെയ്യും. അത് കഴിഞ്ഞാൽ അനാഫേസിൽ ഈ സ്പിൻഡിൽ ഫൈബേഴ്സ് ക്രോമസോമുകളെ 2 വശങ്ങളിലേക്കും വലിച്ചു കൊണ്ടുപോകും ക്രോമസോം സ്പ്ലിറ്റ് ചെയ്തതിന് ശേഷം. പക്ഷെ അതിവിടെ നടക്കില്ല. ക്രോമസോമുകൾ സ്പ്ലിറ്റ് ചെയ്യും, അങ്ങനെ ക്രോമസോമുകളുടെ നമ്പർ ഇരട്ടിയാവും, പക്ഷേ അവയെ 2 പോൾസിലേക്കും വലിച്ചു കൊണ്ടുപോകില്ല ഈ കോൾച്ചിസിൻ കൊണ്ട് ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ. അപ്പോൾ നമുക്ക് ക്രോമസോം നമ്പർ ഇരട്ടിയാക്കാൻ കഴിയും. അങ്ങനെ ക്രോമസോം നമ്പർ ഇരട്ടിയായിട്ടുള്ളവയാണ് നമ്മൾ പോളിപ്ലോയിഡ്സ് എന്ന് പറയുന്നത്. പല പ്ലാന്റ്സിൻ്റെയും പോളിപ്ലോയിഡ്സ്, പ്രത്യേകിച്ച് വീറ്റിൻ്റെ, ഗോതമ്പിൻ്റെയൊക്കെ പോളിപ്ലോയിഡ്സ് കൂടുതൽ വിളവ് നൽകുന്നതായിട്ട്, ഹൈ ഈൽഡിംഗ് ആയിട്ട് കണ്ടെത്തിയിട്ടുണ്ട്. പ്രത്യേകിച്ചും വീറ്റിൻ്റെയൊക്കെ ഹെക്സാപ്ലോയിഡ് വെറൈറ്റീസ്, 6N ആയിട്ടുള്ള വെറൈറ്റീസൊക്കെ കൂടുതൽ ഈൽഡ് നൽകുന്നതായിട്ട് കണ്ടെത്തിയിട്ടുണ്ട്. അപ്പം അതിന് വേണ്ടിയിട്ട് കോൾച്ചിസിൻ ഉപയോഗിക്കുന്നു. ഓർണമെൻറ്റൽസിന് എക്സാമ്പിളാണ് ട്യൂലിപ്പ്, ട്യൂലിപ്പിൻ്റെ ഫോട്ടോഗ്രാഫാണ്. അതുപോലെ ഗ്ലോറിയോസയുടെ ഫ്ലവറിൻ്റെ ഫോട്ടോഗ്രാഫാണ്. മെഡിസിനൽ പ്ലാന്റ് അലോ, കറ്റാർവാഴയുടെ ഫോട്ടോഗ്രാഫാണ്. വെജിറ്റബിൾസ് ആയിട്ട് ഉപയോഗിക്കുന്ന ആസ്പെരാഗസ്, ശതാവരിയുടെ കിഴങ്ങാണ് ഉപയോഗിക്കുന്നത്. കോൾച്ചിസിൻ, കോൾച്ചിക്കം ഓട്ടംനൈൽ എന്ന് പറയുന്ന പ്ലാന്റാണ്, ഇതിൻ്റെയും കിഴങ്ങാണ് ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് ഇന്നത്തെ ക്ലാസ്സിൽ. അപ്പോൾ നമ്മൾ പ്രധാനമായിട്ടും 3 ഫാമിലികളെ കുറിച്ചാണ് ഇന്ന് പഠിച്ചത്. ഏറ്റവും ആദ്യമായിട്ട് ഫാബേസിയെക്കുറിച്ച് പഠിച്ചു. ഫാബേസിയുടെ ഫ്ലോറൽ ഫോമുലയും ഫ്ലോറൽ ഡയഗ്രാം ഓർത്തിരിക്കുക. ഫ്ലോറൽ ഫോമുലയിൽ നമുക്ക് എന്തൊക്കെ മനസ്സിലാക്കാം? സൈഗോമോർഫിക് ആണ്, ബൈസെക്ഷൽ ആണ്, കാലിക്സ് സെപ്പൽസ് 5 ആണ്, യുണൈറ്റഡ് ആണ്, ഗ്യാമോസെപ്പാലസ് ആണ്. കൊറോള പെറ്റൽസ് 5 ആണ്, 1+2+2 കണ്ടീഷനിലാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഏറ്റവും ഉള്ളിലുള്ള 2 യുണൈറ്റഡ് ആണ്. പക്ഷേ പൊതുവായിട്ട് നമുക്ക് എന്ത് പറയാം? പോളിപെറ്റാലസ് എന്ന് പറയാം, പെറ്റൽസ് ഫ്രീ ആണ്. ആൻഡ്രീഷ്യം 10 സ്റ്റേമെൻസ്, 9+1 കണ്ടീഷനാണ്, ഡയാഡൽഫസ് ആണ്. ഗൈനീഷ്യം മോണോകാർപ്പലറി, ഓവറി സുപ്പീരിയർ. ഫ്ലോറൽ ഡയഗ്രത്തിൽ ഏറ്റവും പുറമെ കാലിക്സ് കാണാം. കാലിക്സ് സെപ്പൽസ് യുണൈറ്റഡ് ആണ്. അതിനുള്ളിലായിട്ട് കൊറോള കാണാം. കൊറോള പെറ്റൽസ് 5 ആണ്, പോളിപെറ്റാലസ് ആണ്, വെക്സിലറി ഈസ്റ്റിവേഷൻ ആണ്. ദെൻ അതിനുള്ളിലായിട്ട് ആൻഡ്രീഷ്യം സ്റ്റേമെൻസ് 10 ആണ്, 9+1 കണ്ടീഷനാണ്, ഡയാഡൽഫസ് ആണ്. അതിനുള്ളിലായിട്ട് ഗൈനീഷ്യം കാണാം. ഗൈനീഷ്യത്തിൽ മാർജിനൽ പ്ലാസൻറ്റേഷൻ ആണ്. ദെൻ സൊളാനേസിയയുടെ ഫ്ലോറൽ ഫോമുലയിൽ നമുക്ക് എന്തൊക്കെ മനസ്സിലാക്കാം? ഫ്ലവർ ആക്റ്റിനോമോർഫിക് ആണ്, ബൈസെക്ഷൽ ആണ്, കാലിക്സ് സെപ്പൽസ് 5 ആണ്, യുണൈറ്റഡ് ആണ്, ഗ്യാമോസെപ്പാലസ് ആണ്. കൊറോള പെറ്റൽസ് 5 ആണ്, ഗ്യാമോപെറ്റാലസ് ആണ്. ആൻഡ്രീഷ്യം സ്റ്റേമെൻസ് 5 ആണ്, പോളിയാൻഡ്രസ് ആണ് എന്ന് പറഞ്ഞാൽ സ്റ്റേമെൻസ് ഫ്രീ ആണ്. മുകളിലൊരു വര കണ്ട് അതിൽ നിന്ന് എന്ത് മനസ്സിലാക്കാം? എപ്പി പെറ്റാലസ് ആണ് സ്റ്റേമെൻസ്. ദെൻ ഗൈനീഷ്യം ഓവറി സുപ്പീരിയർ ആണ്, ബൈകാർപ്പല്ലറി ആണ്, സിങ്ക് കാർപ്പസ് ആണ്. ദെൻ ഫ്ലോറൽ ഡയഗ്രത്തിൽ നിന്ന് ഏറ്റവും പുറമായിട്ട് കാലിക്സ് സെപ്പൽസ് 5 ആണ്, ഗ്യാമോസെപ്പാലസ് ആണ്. കൊറോള പെറ്റൽസ് 5 ആണ്, ഗ്യാമോപെറ്റാലസ് ആണ്. ദെൻ ആൻഡ്രീഷ്യം സ്റ്റേമെൻസ് 5 ആണ്, എപ്പി പെറ്റാലസ് ആണ്. ദെൻ അതിനുള്ളിലായിട്ട് ഗൈനീഷ്യം ബൈകാർപ്പല്ലറി ആണ്, സിങ്ക് കാർപ്പസ് ആണ്, ബൈലോക്കുലാർ ആണ്, സൊള്ളൻ പ്ലാസൻ്റെയാണ്, ധാരാളം ഒവ്യൂൾസ് ഉണ്ട്.
ദ ലിലിയേസിയയുടെ ഫ്ലോറൽ ഫോർമുല BR ബ്രാക്റ്റിയേറ്റ് ആണ്, ആക്ടിനോമോർഫിക് ആണ്, ബൈസെക്ഷൽ ആണ്. പെരിയാന്തിൽ ടെപ്പൽസ് 6 എണ്ണമാണുള്ളത്, 3+3 അറേഞ്ച്മെൻ്റ് ആണ്, യുണൈറ്റഡ് ആണ്. ആൻഡ്രീഷ്യം സ്റ്റേമെൻസ് 6 ആണ്, 3+3 അറേഞ്ച്മെൻ്റ് ആണ്. സ്റ്റേമെൻസ് പെറ്റൽസുമായിട്ട് അറ്റാച്ച് ചെയ്ത് കാണാം, എപ്പിഫില്ലസ് ആണ്. ദെൻ ഗൈനീഷ്യം ട്രൈ കാർപ്പലറി ആണ്, സിങ്കാർപ്പസ് ആണ്, ഓവറി സുപ്പീരിയർ ആണ്. ദെൻ ഫ്ലോറൽ ഡയഗ്രാം ഏറ്റവും പുറമേയായിട്ട് പെരിയാന്ത് കാണാം. പെരിയാന്ത് ടെപ്പൽസ് 6 ആണ്, 3+3 അറേഞ്ച്മെൻ്റ് ആണ്, യുണൈറ്റഡ് ആണ്. അതിനുള്ളതായിട്ട് ആൻഡ്രീഷ്യം 6 സ്റ്റേമെൻസ് ആണ്, 3+3 അറേഞ്ച്മെൻ്റ് ആണ്, എപ്പിഫില്ലസ് ആണ്. അതിനുള്ളിലായിട്ട് ഗൈനീഷ്യം ട്രൈ കാർപ്പലറി ആണ്, സിങ്കാർപ്പസ് ആണ്, ട്രൈലോക്കുലർ ആണ്, ധാരാളം ഒവ്യൂൾസ് ഉണ്ട്. ഇനി മറ്റൊന്ന് ശ്രദ്ധിക്കേണ്ടത് ഇവയുടെ എക്കണോമിക് ഇമ്പോർട്ടൻസ് ആണ്. ചുരുങ്ങിയത് 2 എക്കണോമിക്കലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്ലാന്റ്സിനെങ്കിലും ഓർത്തിരിക്കുക ഓരോ ഫാമിലിയിലും. ഫാബേസിയെ പൾസസ് ആയിട്ട് ഉപയോഗിക്കുന്നതിന് എക്സാമ്പിളാണ് ഗ്രാം, കടല. എഡിബിൾ ഓയിൽ ഭക്ഷ്യയോഗ്യമായിട്ട് എണ്ണ കിട്ടും സോയാബീനിൽ നിന്ന്. സൊളാനേസിയയിൽ ഫുഡായിട്ട് ഉപയോഗിക്കുന്നു, ടൊമാറ്റോ, ബ്രിഞ്ചാൾ, പൊട്ടറ്റോ. സ്പൈസ് ആയിട്ട് ഉപയോഗിക്കുന്നതാണ് ചില്ലി, മുളക്. ലിലിയേസിയയിൽ മെഡിസിനൽ പ്ലാന്റിന് എക്സാമ്പിളാണ് അലോ. കറ്റാർവാഴ വെജിറ്റബിൾ ആയിട്ട് ഉപയോഗിക്കുന്നതാണ് ആസ്പരാഗസ്, ശതാവരി. ഇനി ഒനിയൻ എഴുതിയാലും കുഴപ്പമില്ല. അപ്പോൾ ഇത്രയുമാണ് ഇന്നത്തെ ക്ലാസ്. മോർഫോളജി ഓഫ് ഫ്ലവറിംഗ് പ്ലാന്റ്സ് എന്ന് പറയുന്ന ചാപ്റ്റർ ഇതോടെ അവസാനിച്ചിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. എക്സാം എടുത്തു. ഓക്കെ, ബൈ.